മോർണിംഗ് പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മളുടെ ദൈവം യേശുക്രിസ്തു നമ്മളെ സൃഷ്ടിച്ച ദൈവം പരിശുദ്ധനായ ദൈവമാണ് അല്ലെ. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വേർപാട് ആചരിക്കുക, ദൈവത്തിന് വേണ്ടി സെറ്റപ്പാട്ട് ആയിരിക്കുക, പരിശുദ്ധമായിട്ടൊരു ജീവിതം നയിക്കുക അല്ലെ. കാരണം പരിശുദ്ധി ഇല്ലാത്തവർക്ക് ദൈവത്തിന്റെ രാജ്യത്ത് കടക്കാൻ സാധിക്കത്തില്ല. അത് ദൈവം പരിശുദ്ധനായതുകൊണ്ട് പരിശുദ്ധി ഇല്ലാത്ത ഇരിക്കുന്ന ഒരു അവസ്ഥ അത് ചിന്തിക്കാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പരിശുദ്ധി ഇല്ലാതായി തീർന്നിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾക്ക് പരിശുദ്ധരായി ജീവിക്കുന്നതിന് ആവശ്യമായ സകല കാര്യം ദൈവം ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ദൈവം യേശുക്രിസ്തു ലോകത്തിലേക്ക് വരികയും ക്രോസ് ഓഫ് കാൽവരി നമ്മൾക്ക് വേണ്ടി പാപമായി തീരുകയും നമ്മൾക്ക് വേണ്ടി മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുകയും യേശുവിന്റെ വചനം കേട്ടുകൊണ്ട് യേശുവിലായിരിക്കുകയും ചെയ്യുമ്പോൾ, അല്ല യേശുവിൽ ഒരു ജീവൻ നയിക്കുകയും ചെയ്യുമ്പോൾ യേശുവിലായിരിക്കുന്ന ആൾക്കാർ പരിശുദ്ധരായിരിക്കും. അപ്പൊ പെർസ്യൂ ഹോളിനെസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധിക്ക് വേണ്ടി അല്ല, പരിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം, അതിനുവേണ്ടി എന്താ പറയാ, രാപ്പകല് എന്താ പറയുക അധ്വാനിച്ചുകൊണ്ട് അങ്ങനെയായിട്ടുള്ള ജീവിതം അല്ലെ, പരിശുദ്ധി ആചരിക്കുക എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് ഐസയിൽ നിന്നാണ്, ഏശയാവിൽ നിന്നാണ്, 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും. ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഐസയ പറഞ്ഞതിനെ പറ്റി അല്ലെ, ഞാൻ എന്താ പറയണേ, പരിശുദ്ധ ഇല്ലാത്തൊരു വ്യക്തിയാണല്ലോ എന്ന് എന്താ പറയുക ഐസയ്ക്ക് തോന്നുക ചെയ്യുന്നത്. ഐസയ അപ്പോഴും പ്രോഫറ്റ് ആയിരുന്നെന്ന് വിചാരിച്ചു. ദൈവത്തെ കാണുന്ന സമയത്തും അല്ലെ, വിഷൻ വഴി കാണുന്ന സമയത്തും ഐസയ പ്രോഫറ്റ് ആണ്. എന്നിട്ടും കൂടെ പറയാം, അപ്പൊ ദൈവത്തിന്റെ അടുത്തൊക്കെ നമ്മൾ കൂടുതൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് എത്രമാത്രം കുറവാണ് പരിശുദ്ധി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കുക ചെയ്യുന്നത്. അപ്പൊ ഐസയന്റെ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്കൊന്ന് വായിക്കാം. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവെ, സമയത്തിന് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങനെ പോലെ ഒരു ദൈവമില്ല കർത്താവ്. അങ്ങയുടെ സ്നേഹം പോലെ ഒരു സ്നേഹമില്ല കർത്താവ്. അങ്ങയുടെ പരിശുദ്ധി പോലത്തെ ഒരു പരിശുദ്ധിയില്ല. ഞങ്ങളെ പരിശുദ്ധരാക്കുന്നതിന് വേണ്ടി, വീണു പോയിട്ട് ഞങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി, പരിശുദ്ധരാക്കുന്നതിന് വേണ്ടി യേശു അങ്ങ് ലോകത്തിലേക്ക് വരികയും ഞങ്ങൾക്ക് വേണ്ടി മരിക്കുകയും, ഞങ്ങൾക്ക് വേണ്ടി അതിനു മുമ്പ് ഞങ്ങൾക്ക് വേണ്ടി പാപമായി തീരുകയും മരിക്കുകയും പിന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ഇന്ന് പിതാവിന്റെ വലഭാഗത്ത് ഞങ്ങളുടെ ഹൈ പ്രീസ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നന്ദി പിതാവ്. യേശുവെ, അങ്ങയുടെ സ്നേഹത്തിനായിട്ട്, അങ്ങയുടെ ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹത്തിന് നന്ദി പറയുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിന് തന്നതിനായിട്ട് നന്ദി പറയുന്നു. അബ്ബാ ഫാദർ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിന് ആമേൻ. ഐസയ അല്ലെങ്കിൽ ഏശയ്യാവ് അല്ലെ, ഏശയ്യാവിൽ നിന്ന് വായിക്കാം. ഏശയെന്ന് വായിക്കാം 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 1 തൊട്ട് 7 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കും. ഏശയ്യാവിന്റെ 6ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 6 വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് വായിക്കും. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നതും പൊങ്ങിയതുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ഉസിയ രാജാവ് നമുക്കറിയാം ജൂഡയുടെ രാജാവായിരുന്നു. അദ്ദേഹം മരിച്ച വർഷം അല്ലെ, അദ്ദേഹം എന്താ പറയണേ, ഐസയോട് പ്രോപ്പറായിട്ടൊക്കെ തന്നെ ബിഹേവ് ചെയ്ത ആള് തന്നെയാണ്. അപ്പം എന്താ പറയണേ, അദ്ദേഹം മരിച്ച വർഷം ഒരു വിഷൻ ഉണ്ടാകുന്നു ഐസയ്യാക്ക് അല്ലെ, യേശയ്യാവിന് ഒരു വിഷൻ ഉണ്ടാകുന്നു. ആ വിഷനിൽ കാണുകയാണ് ഉയർന്നതും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മളുടെ കർത്താവിനെ പറ്റി. അപ്പം ഇവിടെ കർത്താവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ NKJV അല്ലെ KJV അതുപോലുള്ള ബൈബിളിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കർത്താവ് എന്ന് ലോർഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എല്ലായിരിക്കും, പിന്നെ സ്മോൾ ലെറ്റർ ORD എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ നമ്മൾ ബൈബിൾ നോക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ എല്ലും പിന്നെ സ്മോൾ ORDയും കാണുന്നിടത്ത് അത് ഉദ്ദേശിക്കുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. പക്ഷെ പിതാവിനെ പറ്റി പറയുമ്പോൾ എല്ലാ ലെറ്ററുകളിലും ക്യാപിറ്റൽ ആയിരിക്കും. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ L, ക്യാപിറ്റൽ O, ക്യാപിറ്റൽ R, ക്യാപിറ്റൽ D അങ്ങനെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഐസയ എഴുതി വെച്ചിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ ആദ്യത്തെ L ക്യാപിറ്റൽ ലെറ്ററും പിന്നെ ബാക്കി വരുന്ന ലെറ്റേഴ്സ് എല്ലാം സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ കണ്ടു എന്നാണ് ഐസയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ യേശുവിന്റെ സിംഹാസനം സകല സിംഹാസനത്തെക്കാളും ഉയർന്നതാണ്. അവനാണ് അവസാനത്തെ വാക്ക് അല്ലെ. സകലത്തിനേക്കാളും ഉയർന്നതാണ് യേശുക്രിസ്തു. സകലത്തിനും മേലായിട്ടുള്ള നാമമാണ് യേശുക്രിസ്തു. പിശാച് പഠിച്ച പണി 18 നോക്കി ഇപ്പോൾ നോക്കുന്നുണ്ടായിരിക്കും ദൈവത്തിന്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കാൻ വേണ്ടി. പക്ഷെ അത് സാധിക്കത്തില്ല എന്ന് അറിയാം അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് പിശാച്. അപ്പൊ നമ്മൾ അവനെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. അവന്റെ ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. പക്ഷെ അവനെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവന്റെ
ഫ്യൂച്ചർ എന്താന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം അല്ലെ. അപ്പോ നമ്മളുടെ ദൈവത്തിന്റെ സിംഹാസനം എല്ലാത്തിനേക്കാളും ഉയർന്ന സിംഹാസനമാണ്. അപ്പൊ ഐശയ്യ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മഹാനായ ഒരു പ്രോഫറ്റ് ആയിരുന്നു. അപ്പൊ 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ ഐശയ്യാന്റെ യേശയ്യ അല്ലെ, യേശയ്യാവിന്റെ 2ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെയും യേശയ്യ കാണുന്ന ഒരു വിഷനാണ്, ദർശനം അല്ലെ. അപ്പൊ അതിന്റെ 2ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 2ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്കും മീതെ ഉന്നതവുമായിരിക്കും, സകല ജാതികളും അതിലേക്ക് ഒഴുകി എന്ന് പറഞ്ഞാല് അന്ത്യകാലത്ത് യേശു തിരിച്ചു വരുന്ന കാര്യത്തെപ്പറ്റി പറയുന്നത്, തിരിച്ചു വന്നിട്ട് ജെറുസലേമിൽ നിന്ന് ഭരണം തുടങ്ങുന്ന സമയത്തല്ലേ, സയോണിൽ നിന്ന് ഭരണം തുടങ്ങുന്ന സമയത്ത് തന്റെ എന്താ പറയുക സയോൺ അല്ലെ, ആ ജെറുസലേം ബാക്കി എല്ലാ ലാൻഡിനേക്കാളും അത് പൊങ്ങിയതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഭൂമിയില് തന്റെ സിംഹാസനം ഉറപ്പിച്ച് ഭരണം നടത്തിയാലും സ്വർഗത്തിൽ നിന്ന് കണ്ടാലും സ്വർഗത്തിൽ ഇരിക്കുന്ന യേശുവിനെ പറ്റി കാണുന്നെങ്കിൽ പോലും നമ്മൾക്ക് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ദൈവമാണ് എല്ലാവരെക്കാളും ഹയർ ആയിരിക്കും, നമ്മുടെ ദൈവമാണ് ലിഫ്റ്റഡ് അപ്പ് ആണ് അല്ലെ, അവന്റെ മഹിമ എല്ലാവരെക്കാളും വലുതാണ്. ഒന്ന് വിചാരിച്ചു നോക്കുക, നമ്മുടെ ദൈവം എത്രമാത്രം സാക്രിഫൈസ് ചെയ്തു അല്ലേ, ആ അത്രയും ഗ്ലോറിയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പൊ നമുക്കറിയാം ഫിലിപ്പിയൊക്കെ ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യം അത് തന്നെയല്ലേ, മനുഷ്യനായി കഴിഞ്ഞപ്പോൾ ദൈവം എത്രമാത്രം മനുഷ്യനാകുന്നതിന് വേണ്ടി ദൈവത്തെ എത്രമാത്രം ബലി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതല്ലേ, തന്റെ ഗ്ലോറി എല്ലാം വേണ്ടെന്ന് വെച്ച്, മഹിമയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മൾക്ക് നമ്മളെ ദൈവത്തിന്റെ യേശുവിന്റെ എന്താ പറയുക ഇമേജിലേക്ക് കൺഫേം ചെയ്യുക എന്നുള്ളത്, നമ്മൾ യേശുവിനെ പോലെ ആക്കി തീർക്കുക എന്നുള്ള ദൈവം എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതിനുള്ള സകല ഹെൽപ്പും നമ്മൾക്ക് വേണ്ടി ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് വലിയ അധികം സാക്രിഫൈസ് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം യേശു മുമ്പിലുണ്ടല്ലോ, നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി. പക്ഷെ ഓൾഡ് ടെസ്റ്റ്മെന്റുകാരെ നോക്കുവാണെങ്കിൽ നമ്മൾക്കുള്ള ഒരു പ്രിവിലേജ് ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അല്ലെ. അവർ ലോയിന്റെ കീഴിലായിരുന്നു, ന്യായപ്രമാണത്തിന്റെ കീഴിലായിരുന്നു, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കണമായിരുന്നു. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ എന്താ പറയുക മഹിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ് നമുക്ക് തന്നിരിക്കുന്നില്ല. ദൈവത്തിന് ന്യായം എന്താ പറയുക നമ്മൾക്ക് നീതി ന്യായം നമുക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കും. നമ്മൾ യേശുക്രിസ്തു നമ്മൾ ക്ലോത്ത് പോലെ നമ്മൾ ധരിച്ചിരിക്കുന്നു, യേശുവിന്റെ മരണത്തിലേക്കാണ് നമ്മൾ ബാപ്റ്റിസം എടുത്തിരിക്കുന്നത്. നമ്മൾ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളാണ് അല്ലെ. നമുക്കറിയാം ഇവരൊക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടവരാന്ന് വിചാരിച്ചു വയ്ക്കും. പക്ഷെ എന്നാലും നമുക്കറിയാം ഇവരുടെ എന്താ പറയുക ന്യായപ്രമാണം ചെയ്യുന്നത് കൊണ്ടല്ല ഇവര് എന്താ പറയുക ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൾക്കാര് അവര് നീതിമാന്മാരായത്, ദൈവത്തിലായിരുന്നു കണ്ടത്. അതുകൊണ്ടാണ് എബ്രഹാം ന്യായപ്രമാണത്തിൽ ഒരു കാര്യം ചെയ്യാതെ കൊണ്ട് എബ്രഹാം നീതിമാനായിട്ടാണ് ദൈവം കരുതി. കാരണം ദൈവത്തിലുള്ള വിശ്വാസമാണ്. അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസമാണ് എല്ലാവരെയും നീതിയാക്കുന്നത്. യേശുവിലുള്ള വിശ്വാസമാണ് നമ്മളെ നീതീകരിക്കുന്നത് അല്ലെ. അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ്. ഇവിടെ എനിക്ക് പറയാന്ന് വെച്ചാല് ഉസയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നതും പൊങ്ങിയതുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു, ഐസയെ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പൽ മന്ദിരത്തിൽ നിറഞ്ഞിരുന്നു. അപ്പൊ ദൈവത്തിന്റെ വസ്ത്രത്തിന്റെ ട്രെയിൻ അല്ലെ, അത് അതിന്റെ ആ വിളുമ്പൽ മന്ദിരത്തിൽ മൊത്തം നിറഞ്ഞിരുന്നു. ഇപ്പൊ ഇവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, എങ്ങനെയാണ് ആ സ്ത്രീ ഉണ്ടല്ലോ, രക്തസ്രാവക്കാരിയായ സ്ത്രീ, അവർക്ക് എങ്ങനെയാണ് ഈ കാര്യം പിടികിട്ടിയത്? ദൈവം എന്ന് പോലും അന്നുള്ള ആൾക്കാർക്ക് അധികം പേർക്ക് അറിയത്തില്ലായിരുന്നു. ചിലർക്ക് മെസ്സിയാന്ന് വിചാരിച്ചിരുന്നു, ചിലര് പ്രോഫറ്റാന്ന് വിചാരിച്ചിരുന്നു. ഫാരിസീസും സാദുസീസും പരിശോധന ശാസ്ത്രിമാരും പ്രോഫറ്റാണെന്നും കൂടെ വിചാരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അവർക്ക് ഓരോ എന്താ പറയാ ഡീമൻ പൊസസ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നൊക്കെയാണ് യേശു ആരെന്നൊക്കെയാണ് അവരുടെ വിചാരം, പരിശോധനയുടെ ശാസ്ത്രിമാരുടെയും വിചാരം. പക്ഷേ ഈ സ്ത്രീക്ക്, രക്തസ്രാവക്കാരിയായ സ്ത്രീക്ക് എങ്ങനെ പിടികിട്ടി യേശുവിന്റെ എന്താ പറയാ വസ്ത്രത്തിന്റെ തൊങ്ങലിലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ അവർക്ക് സുഖം പ്രാപിക്കപ്പെടാൻ സാധിക്കും എന്നുള്ള കാര്യം അവർക്ക് എങ്ങനെ പിടുത്തം കിട്ടിയല്ലേ? അവര് എങ്ങനെയോ അവർക്ക് മനസ്സിലായി. മിക്കവാറും ഞാനങ്ങ് പറയുവാണ്, ഇതിന് ആസ്പദമായിട്ടുള്ള വാക്കുകളൊന്നുമില്ല, അതിനൊരു എവിഡൻസ് ഒന്നുമില്ല, ബൈബിൾ ഒന്നുമില്ല. പക്ഷെ എന്നാലും ഞാനങ്ങ് പറയുവാണ്, ഇതാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
ഒരുപക്ഷെ അവര് ഐസയ വായിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ദൈവത്തിന്റേതാണ് ഡ്രസ്സെന്നും ദൈവത്തിന്റെ ഡ്രസ്സിന്റെ വിളുമ്പിൽ മന്ദിരത്തിൽ നിറഞ്ഞിരിക്കും തന്റെ ഗ്ലോറി കൊണ്ടല്ലേ. അത് തന്റെ ഗ്ലോറിയില് എന്താ പറയാ മഹിമയുള്ള ഒരു ദൈവമാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ യേശു ദൈവമാണെന്നുള്ള കാര്യം അവർക്ക് ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ വിചാരിച്ചത് ഞാൻ പോയി ആ വസ്ത്രത്തിൽ തൊടാൻ പോകണം. അവരത് ചെയ്യുകയും ചെയ്തു. അവര് ഹീലാക്കപ്പെടുകയും ചെയ്തു. ഒരുപക്ഷെ അവര് ഐസയ വായിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അവർക്ക് യേശു ദൈവമാണെന്നുള്ള കാര്യം തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ. നമുക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു അറിവില്ല എനിക്ക്. രണ്ടാമത്തെ വാക്കിങ്ങനെ പറഞ്ഞ സെറാഫുകൾ അവന് ചുറ്റും നിന്നു. സെറാഫീം അല്ലെ. സെറാഫ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ്. സെറാഫീം എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതലാണ്. സെറാഫ് എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഫയറി വൺസ് പറയും എന്ന് വെച്ചാൽ തീ പോലെയുള്ളവര് അല്ലെ. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവം തീ പോലെ കൺസ്യൂമിങ് ഫയർ ആയതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നവര് അതുപോലെ തന്നെ സ്പിരിച്വൽ ഈ ക്രീച്ചേഴ്സ് ആണെങ്കിൽ പോലും ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ഈ പോലെ ഉള്ളവർ തന്നെയായിരിക്കും. ഇപ്പൊ ഇവര് മാലാഖമാരല്ലേ, ഒരു ക്ലാസ് ഹയർ ആയിട്ടുള്ള അവരാണ്. ദൈവത്തിന്റെ തൊട്ട് മുമ്പ് നിൽക്കുന്ന സെറാഫീമുകൾ അല്ലെ. അപ്പൊ സെറാഫീമുകള് അവര് ചുറ്റും നിന്നു. ഇനി സെറാഫീമുകളെ പറ്റി പറയണം. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. അപ്പൊ ഇതെല്ലാം ഐസയ കാണുന്നല്ലേ, വിഷൻ വഴി കാണുന്ന കാര്യങ്ങളാണ് അല്ലെ. ദർശനമാണ് ഐസയുടെ. അപ്പം സെറാഫീമുകളെ കണ്ടിട്ട് പറയുവാണ് അവര് ഓരോരുത്തർക്കും 6 ചിറകുകളുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറക്കുന്നു. ഒരുത്തനോടും ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പൊ സെറാഫീം നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണ്. അവര് ഫയറി ബീങ്സ് ആണ്. അവര് തീ പോലെയാണ് അവര് അല്ലെ. അത്രയ്ക്കാണ് ഗ്ലോറി ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നവർ. അപ്പം അവര് അവരെ എന്താ പറയുക ചിറകൊണ്ട് 2 ചിറകൊണ്ട് മുഖം മൂടുന്നു, 2 ചിറകൊണ്ട് കാല് മൂടുക. 2 അവര് പറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഗ്ലോറിയിലേക്ക് അവർക്ക് നോക്കാൻ പറ്റുന്നില്ല. നോക്കി കഴിയുമ്പോ അവര് ഹോളി അല്ലെന്ന് തോന്നലായിരിക്കാം. ഒരുപക്ഷെ അവര് അൺവേർത്തി അല്ലെന്നുള്ള തോന്നലായിരിക്കാം അല്ലെ. അൺവേർത്തിയാന്നുള്ള തോന്നലായിരിക്കാം. പിന്നെ എന്താ പറയാ അവര് പരിശുദ്ധരല്ല അല്ലെ. നേരത്തെ പറഞ്ഞ പരിശുദ്ധരല്ല എന്നുള്ള തോന്നലായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പില് മാലാഖമാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അത്രയും പരിശുദ്ധിയാണ് നമ്മുടെ ദൈവത്തിന്. ദൈവത്തിന്റെ ആ ഗ്ലോറിയിൽ, ആ മഹിമയിലേക്ക് ഇവർക്ക് നോക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇവര് 2 ചിറകൊണ്ട് മുഖം ഇങ്ങനെ പൊത്തുക, 2 ചിറകൊണ്ട് കാലുകൾ ഇങ്ങനെ പൊത്തുക. കാല് പൊത്തുവെന്ന് പറഞ്ഞാൽ അവരെ എന്താ പറയാ താഴ്ന്നത് അല്ല, എന്താ പറയാ ഹമ്പിൾ ആയിട്ടുള്ള നേച്ചറിനെയാണല്ലോ അവര് കാണിക്കുന്നത്. അപ്പൊ ഇവർക്ക് ദൈവത്തോട് ഡയറക്റ്റ് ആയിട്ട് ദൈവമേ അങ്ങ് ഹോളിയാണല്ലോ അങ്ങനെ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് അധികമാണ് ദൈവത്തിന്റെ മഹിമ, അത്രയ്ക്ക് അധികമാണ് ദൈവത്തിന്റെ പരിശുദ്ധി. ദൈവത്തെ അവർ നേരിട്ട് കാണും, ദൈവത്തിന്റെ ചുറ്റോട് നിൽക്കുവാണല്ലോ. അപ്പൊ അവര് ദൈവത്തോട് പോലും പറയാൻ പറ്റാതെ അവര് പരസ്പരം അങ്ങോട്ട് കൊണ്ട് പറയും ദൈവം പരിശുദ്ധനാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധനാണ് 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 അങ്ങോട്ട് കൊണ്ട് പറയും. അവർക്ക് ദൈവത്തെ നോക്കാൻ പോലും പറ്റുന്നില്ല. ദൈവത്തിന്റെ മഹിമ കാണും. നമുക്കറിയാം മോസസ് ദൈവമായിട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ 40 ദിവസം ഒക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോ മോസസ് ദൈവമായിട്ട് സമയങ്ങള് എന്താ പറയാ ഒരുപാട് നേരം ദൈവത്തിന്റെ ഒപ്പം ഇരുന്ന് കഴിയുമ്പോ എന്താ പറയാ പർവ്വതം ഇറങ്ങി വരുമ്പോഴേക്കും മോസസിന്റെ ഫേസ് ഇങ്ങനെ ഗ്ലോറി കൊണ്ട് എന്താ തിളങ്ങുമായിരുന്നല്ലേ. അപ്പൊ അതുപോലെ അപ്പൊ അത്രയ്ക്ക് ഗ്ലോറിയാണ്. ഈ മാലാഖമാരുടെ കാര്യം ഒന്ന് വിചാരിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഗ്ലോറിയിലേക്ക് അവർക്ക് നോക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് അവർ കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ചിരിക്കും. അപ്പൊ അത്രയ്ക്കാണ് നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധി, ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹിമ, എല്ലാ കാര്യവും ഒന്ന് വിചാരിച്ചു നോക്കിയോളാം. ആ ദൈവമാണ്. യേശുക്രിസ്തുവിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. 1-ാമത്തെ വാക്കിൽ പറഞ്ഞത് യെശയ്യാവ് കണ്ടു ഉയർന്ന സിംഹാസനത്തിൽ യേശു ഇരിക്കുന്നു അല്ലെ. ആ യേശു എന്ന് വിചാരിച്ചോണം മനുഷ്യവർഗത്തിന്റെ ഇടയിലേക്ക് മനുഷ്യന്റെ രൂപത്തിൽ വന്ന് മനുഷ്യന്റെ കയ്യാൽ അടികൊണ്ടതും മുഖത്തേക്ക് തുപ്പപ്പെടുകയും ചെയ്യുന്നു വിചാരിച്ചു. അത്രമാത്രം സാക്രിഫൈസ് ആണ് നമ്മുടെ ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നു വിചാരിച്ചു, നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. കാരണം ദൈവം അത് ചെയ്തതിന്റെ കാര്യം എന്ന് വെച്ചാല് ഒരാത്മാവിന്റെ ബല എന്തെന്നുള്ള കാര്യം ദൈവത്തിനറിയാം അല്ലെ. നമ്മള് ഒരാത്മാക്കളുടെ വില എന്തെന്ന് അറിയത്തില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് കിട്ടിയ സാൽവേഷനെ പറ്റി അല്ലെ, നമുക്ക് കിട്ടിയ രക്ഷയെ പറ്റി വലിയ മതിപ്പൊന്നും ഇല്ലാതെ മിക്കവാറും തന്നെ ആൾക്കാർ നടക്കുന്നതും. അങ്ങനെയും പറഞ്ഞതിന്റെ കാര്യം വെച്ചാല് പിന്നെയും നമുക്ക് പാപത്തിലേക്കായി പോകാൻ ഒരു മനുഷ്യന് ഒരു ത്വരയുള്ള എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് അറിയത്തില്ല നമ്മൾക്ക് കിട്ടിയ ആ ഒരു വലിയ അനുഗ്രഹം
അനുഗ്രഹത്തെപ്പറ്റി, രക്ഷയുടെ അനുഗ്രഹത്തെപ്പറ്റി നമ്മൾക്ക് അറിയത്തില്ല. നമ്മൾക്ക് വേണ്ടി യേശു എന്താണ് ചെയ്തത്, ക്രോസ് ഓഫ് കാൽവരി എന്താണ് നമുക്ക് നേടിത്തന്നതിനെ പറ്റി മിക്കവാറും ആൾക്കാർക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് പിന്നെയും പിന്നെയും പാപത്തിലേക്ക് പോകണം എന്നുള്ള ഒരു മനസ്സ് വരുന്നതും മറ്റുള്ള മനുഷ്യരോട്, വ്യക്തികളോട് ഗോസ്പൽ പറയാൻ വലിയ താല്പര്യം കാണിക്കാത്തതിന്റെ കാര്യവും അത് തന്നെയാണ്. നമുക്ക് കിട്ടിയ രക്ഷയെപ്പറ്റി നമുക്ക് വലിയ പിടുത്തമില്ല, അതിനെപ്പറ്റി നമുക്ക് വലിയ താല്പര്യവുമില്ല. അങ്ങനെയുള്ള വ്യക്തികളാകരുത് നമ്മൾ, അല്ലെ? അതിനെപ്പറ്റിയാണ് പറയുന്നത് ഇവിടെ. അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്ന വെച്ചാല് മൂന്നാമത്തെ വാക്ക് പറയുന്നത് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വ ഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നു ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മറപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ടു നിറഞ്ഞു. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ ഐസയല്ലേ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഒന്ന് വിചാരിച്ചു നോക്ക്, ഐസയ പ്രോഫറ്റ് ആയിരുന്നു. ഓൾറെഡി ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ്, ഹോളി സ്പിരിറ്റ് നിറഞ്ഞ വ്യക്തിയാണ്, ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, പ്രോഫസി ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് ദർശനങ്ങൾ കിട്ടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ തന്റെ ഈ ദർശനം വഴി ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ, യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോ ഐസയാക്ക് മനസ്സിലാകുക താൻ ശുദ്ധിയില്ലാത്ത വ്യക്തിയാണല്ലോ എന്ന് ഐസയാക്ക് മനസ്സിലാകുക, അല്ലെ? എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിനെ കാണുമ്പോൾ, ദൈവത്തിന്റെ അടുത്തോട്ട് നമ്മൾ കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തിന്റെ എന്താ പറയുക, ഡീപ്പറായിട്ട് പോയി കഴിയുമ്പോൾ, ദൈവത്തോട് അടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ മനുഷ്യന്റെ ആ ശുദ്ധിയില്ലാഴിക, അല്ലെ, മനസ്സിലാക്കുക നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ദൈവം മനസ്സിലാക്കി തരുമോ നമ്മൾ ചെയ്യുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ എത്രമാത്രം നമ്മൾ പരിശുദ്ധരായി നമ്മളങ്ങ് പറഞ്ഞാലും നമ്മളുടെ പരിശുദ്ധി ഒന്നുമല്ല. നമ്മുടെ പരിശുദ്ധി എന്ന് പറഞ്ഞാല് എന്താ പഴംതുണിയേക്കാളും മോശപ്പെട്ടതാണ്, അല്ലെ? നമ്മുടെ റൈച്ചസ്നസ്, നമ്മുടെ നീതി ന്യായമല്ല, പഴംതുണിയേക്കാളും മോശപ്പെട്ടതാണ്, ഒന്നിനും കൊള്ളാത്തതാണ്, അല്ലെ? ഐസയ ഇവിടെ പ്രോഫറ്റ് ആയിരുന്നെങ്കിൽ പോലും ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ, ദൈവമേ എനിക്ക് ശുദ്ധി ഇല്ലാത്തതാണല്ലോ, എന്റെ അധരങ്ങൾ ശുദ്ധിയില്ലാത്തതാണല്ലോ, അധരങ്ങൾ ശുദ്ധിയില്ലാത്തെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നതല്ല. ഇപ്പൊ ഐസയ പ്രോഫറ്റ് അങ്ങനെ, അത്രയും വലിയൊരു പ്രോഫറ്റ് അങ്ങനെ പറഞ്ഞു. നമ്മള് എത്രമാത്രം ശുദ്ധിയില്ലാത്ത വ്യക്തികളാണെന്ന് വിചാരിച്ചു, എത്രമാത്രം നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളാണെന്ന് വിചാരിച്ചു നോക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവത്തിനോട് കൂടുതൽ അടുക്കുമ്പോൾ ദൈവത്തിന്റെ ആ എന്താ പറയുക, ഹോളിനെസ്സില്, പരിശുദ്ധി, അതിനോട് അടുക്കുമ്പോൾ നമ്മൾ പരിശുദ്ധരില്ലാത്ത വ്യക്തികളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ഇവിടെ ഐസയ്ക്ക് പറ്റിയത്. ദൈവമേ, ഞാൻ പരിശുദ്ധരില്ലാത്ത ഒരു വ്യക്തിയാണല്ലോ, എന്റെ കാര്യം ഇങ്ങനെ ആയിപ്പോലും, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണല്ലോ എന്നൊരു തോന്നല് പെട്ടെന്ന് ഐസയ്ക്ക് വരും. അപ്പൊ അതാണ് ഐസയ്യ പറയുന്നത്, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു, എന്റെ കണ്ണ് സൈന്യങ്ങൾ യഹോവ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ആ പാട് വിഷമത്തിലായിപ്പോയി ഐസയല്ലേ. അതുകൊണ്ട് തന്നെയാണ് സെറാഫിയും നേരത്തെ തന്റെ കണ്ണുകൾ മൂടി, തങ്ങളുടെ മുഖത്തെ മൂടിയതും കാലം മൂടിയതും. കാരണം ദൈവത്തിന്റെ ആ പരിശുദ്ധിയുടെ മുമ്പിൽ ഒരു വ്യക്തികൾക്ക് പോലും, ഒരു ഏഞ്ചൽസിന് പോലും നിൽക്കാൻ സാധിക്കത്തില്ല. ആ ദൈവത്തിന്റെ സിംഹാസനം നേടാനാണ് പിശാച് നടന്നതെന്ന് ഒന്ന് ഓർത്തു നോക്കിയാണ്. ഇനി 6ാമത്തെ വാക്ക് ഇങ്ങനെ പറയുന്നു, അപ്പോൾ സെറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്നു കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്തു കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ അടുക്കൽ പറന്നു വന്നു, അത് എന്റെ വായ്ക്ക് തുടിപ്പിച്ചു, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ, വിഷൻ വഴിയാണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞപ്പോ, അതായത് ഹോളി സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞു ചുരുക്കം, അല്ലെ? വിഷനെ കാണണമെങ്കിൽ ഹോളി സ്പിരിറ്റ് കൊണ്ട് നിറയണല്ലോ. അപ്പൊ നമുക്കറിയാം, പത്മസ് ദ്വീപിൽ വെച്ചിട്ട് ജോൺ ഒരു എന്താ പറയാ സ്പിരിറ്റിലായിരുന്നു ഓൾറെഡി, പിന്നെ ദൈവത്തിന്റെ ആ ദിവസമല്ല സ്പിരിറ്റിലായിരുന്നു, പിന്നെയും കൂടെ സ്പിരിറ്റിലല്ലേ വിഷൻ കണ്ടപ്പോ. അതുപോലെ ആയിരിക്കുമല്ലോ ഐസയം, സ്പിരിറ്റിലായിരുന്നെങ്കിൽ പിന്നെയും സ്പിരിറ്റിലായി കാണുമായിരിക്കും ഒരു പക്ഷെ. ഇവിടെ എഴുതി വെച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഞാനങ്ങ് പറയുവാണ്. അപ്പൊ സ്പിരിറ്റിലായിരുന്നല്ലോ, ഹോളി സ്പിരിറ്റ് കൊണ്ട് നിറഞ്ഞിരുന്നു ഐസയ. അപ്പൊ പിന്നെയും ദൈവത്തെ കാണുമ്പോ, ദൈവത്തിന്റെ ഡീപ്പാണ് കാണുമ്പോ, കൂടുതൽ അടുത്ത് കാണുമ്പോ, അല്ലെ, കൂടുതൽ അടുത്ത് ദൈവത്തിന്റെ ആയി കഴിയുമ്പോഴേക്കും, ദൈവത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള വിഷയം കിട്ടിക്കഴിയുമ്പോ, തന്റെ ഉള്ളിൽ പാപമുണ്ടല്ലോ, താൻ മോശപ്പെട്ട അധരമുള്ള വ്യക്തിയാണല്ലോ, ഞാൻ മോശപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ എന്നൊരു അറിവ് ഐസയാന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകുക, അല്ലെ? അപ്പൊ നമ്മൾ ദൈവത്തിനോട് അടുത്ത് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ഫയറിനോട് അടുത്ത് നിൽക്കുമ്പോൾ, ഹോളി സ്പിരിറ്റ് കൊണ്ട് നിറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ദൈവമേ, ഞാൻ മോശപ്പെട്ട വ്യക്തിയാണ്, എനിക്കൊരു സേവിയറിന്റെ ആവശ്യമുണ്ടല്ലോ, എനിക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ടല്ലോ, അല്ലെ? ദൈവമേ, നീ എന്നെ രക്ഷിക്കണമേ, എന്റെ പാപങ്ങളെ കഴുകിക്കളയണമേ. അത് തന്നെയാണ് ദൈവം പറയുന്നത്.
പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു ജീവൻ നമ്മൾ നയിക്കണം. എന്താ ലൈഫ് ഓഫ് റിപ്പൻഡൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു എന്താ പറയാ പാപത്തെ പൊറുക്കണമേ എന്ന് പറയുന്നു അല്ലെ. ഒരു എന്താ പറയുക റിപ്പൻഡൻസ് ഉള്ളൊരു ജീവൻ നമ്മൾ നയിക്കണം എന്നാണ് ദൈവം എപ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ക്ഷമ ചോദിച്ചുകൊണ്ടുള്ള ഒരു ജീവൻ നയിക്കണമെന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഉടനെ സെറാഫീമുകൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, സെറാഫുകള് അവര് ഒരു കൊടിൽ കൊണ്ട് ഒരു തീക്കനലെടുത്ത് ഐസയ്യന്റെ ചുണ്ടില് മുട്ടിക്കുന്നു. അതെന്തുകൊണ്ട് കൊടിൽ കൊണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? കൊടിൽ കൊണ്ട് ഉപയോഗിച്ചെന്ന് പറഞ്ഞത് അത് തീക്കനലെടുത്ത് ചുണ്ടിൽ മുട്ടിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെറാഫ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഫയറി വൺസ് എന്ന തീ പോലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു. എന്നിട്ടും കൂടെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് ആ ഓൾട്ടറിൽ നിന്ന് അല്ലെ, ഒരു യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ എടുക്കണമെങ്കിൽ ഈ സറാഫിമുകൾ കൊണ്ട് പറ്റത്തില്ല. അവരുടെ ആ ഒരു ഗ്ലോറി, അവരുടെ ആ ഒരു മഹിമ, എന്താ പറയാ, അവരുടെ ആ ഒരു ഫയറി ഇതല്ലേ, അത് ആ ക്യാരക്ടർ അത് പോരാ അല്ലെ. ദൈവത്തിന്റെ ഫയറിന് എന്താ പറയാ, ദൈവത്തിന്റെ മഹിമയ്ക്ക് എന്താ പറയുക ലെയറുകളുണ്ട് എന്ന് പറഞ്ഞാല്, തട്ടുകളുണ്ട് അല്ലെ. ദൈവം വെറുതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവം വളരെ എന്താ പറയണേ ഡീപ്പാണ് അല്ലെ. ഓരോ ലെയർ കൊണ്ടുണ്ട് ദൈവത്തിന്. കുറെ ഇവിടെ തന്നെ നമ്മൾ കണ്ടില്ലേ, ഫയറി ആയിരുന്ന തീ പോലെ ഇരുന്ന മാലാക്കന്മാർക്ക് അടുത്ത എന്താ പറയാ തീക്കനലിലെ കൈകൊണ്ട് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരൊരു കൊടിലെടുത്തിട്ട് കൊടിൽ കൊണ്ട് പയ്യെ പുകിക്കൊണ്ട് വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തീയിന്റെ എന്താ പറയാ ചൂട് ഈ മാലാഖമാർക്ക്, ഈ സെറാഫീമുകൾക്ക് പോലും എന്താ പറയാ കയ്യിലെടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും, ദൈവത്തിന്റെ യാഗപീഠത്തിന്റെ അടുത്തോട്ട് ചെല്ലുന്തോറും തീയുടെ അളവ് കൂടും, അതിന്റെ ശക്തി കൂടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഐസയ അത്രയും അടുത്ത് ഐസയ പോയിട്ട്, ദൈവത്തിന് ഒത്തിരി അടുത്ത് പോയെന്നല്ല, ഐസയ ഇങ്ങനെ വിഷം വഴി കണ്ടു കഴിഞ്ഞപ്പോ ദൈവമേ ഞാൻ എത്ര പരിശുദ്ധില്ലാത്ത വ്യക്തിയാണെന്ന് ഐസയ്ക്ക് തോന്നാനുള്ള കാര്യം അത് തന്നെ അല്ലെ. അപ്പൊ തീന്റെ ചൂടിന് വ്യത്യാസമുണ്ട് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹിമയ്ക്ക് വ്യത്യാസമാണ്. എന്ന് വെച്ചാൽ ദൈവത്തോട് അടുക്കുന്തോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് അല്ലെ. കൂടുതൽ സ്പിരിച്വലി നമ്മൾ ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന്റെ ഡെപ്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപാടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വയ്യാത്ത അത്ര ഒരുപാടുണ്ട്. ആ ഫയറിന് ഒരുപാട് ഹോട്ട് ഉണ്ട് അല്ലെ. ഹോട്ട്നെസ്, ഫയറിന്റെ ആ തീയുടെ ശക്തി വളരെ കൂടുതലാന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് ഒരു കനല് എന്താ പറയണ ഒരു കൊടില് കൊണ്ട് എടുത്തിട്ട് നാക്കിൽ മുട്ടിക്കുന്നു അല്ലെ, ലിപ്സിൽ മുട്ടിച്ചു കഴിഞ്ഞിട്ട് പറയും, ഇത് നിന്റെ വായ്ക്ക് തുടിപ്പിച്ചു, ഇതാ നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. അപ്പൊ ആ തീക്കനൽ വന്ന് അത് സെറാഫീമുകൾ, ആ മാലാഖമാർ വന്ന് തുടിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറയണേ, ഇത് ഐസയ്യന്റെ പാപങ്ങളെല്ലാം പാപത്തിന് പരിഹാരമായി പറയാം. അപ്പൊ എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ തീ കൊണ്ട് നിറയുമ്പോ, ദൈവത്തിന്റെ തീ നമ്മളെ ഒന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും നമ്മളെ പാപങ്ങളെല്ലാം പോവുക ചെയ്യുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചിലർക്കെങ്കിലും മനസ്സിൽ വരാം, അപ്പൊ ഇങ്ങനെ ദൈവത്തിന്റെ തീ നമ്മളെ ഒന്ന് തൊട്ടാൽ മതിയല്ലോ. അപ്പൊ ഇതുപോലെ ഐസയ്യനെ ദൈവം ഹെൽപ്പ് ചെയ്തപ്പോൾ നമ്മളെ ഇങ്ങനെ ഒന്നൊന്നും ടച്ച് ചെയ്താൽ മതിയായിരിക്കുമല്ലോ, അപ്പൊ നമ്മൾ രക്ഷപ്പെടുമല്ലോ. പക്ഷേ ദൈവം ഐസയ്യക്ക് ഇങ്ങനത്തെ ഒരു അനുഗ്രഹം കൊടുത്ത പോലെ എല്ലാവർക്കും കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാല്, എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ 12ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോ 14ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, ഹീബ്രൂസിന്റെ 12ാമത്തെ ചാപ്റ്ററിന്റെ 14ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിപ്പിൻ, ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണുകയില്ല. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, പെർസ്യൂ ഹോളിനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ശുദ്ധീകരണത്തിനായിട്ട് അതിനുവേണ്ടി എന്താ പറയാ അത് നേടാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇന്ന് നമ്മൾ ഇച്ചിരി പരിശ്രമിച്ചുമ്പോൾ കുറച്ച് പരിശുദ്ധി നേടിക്കഴിഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനേക്കാൾ അടുത്ത ഡിഗ്രി. അപ്പൊ കാരണം ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്നതോറും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ അടുത്തോട് പോകുന്തോറും എന്താ പറയുക തീയിന്റെ ശക്തി കൂടും. അതോടൊപ്പം തന്നെ നമ്മൾക്ക് പരിശുദ്ധ ഇല്ലാത്ത ആൾക്കാരാണല്ലോ എന്നുള്ള കാര്യം നമുക്ക് വെളിപ്പെടുക തന്നെ ചെയ്യും. ഐസയ്യക്ക് ഇവിടെ ഒരു ഡിഗ്രി കുറച്ച് പരിശുദ്ധി ഉണ്ടായിരുന്നു വിചാരിച്ചു, കുറച്ച് നമ്മളെക്കാൾക്ക് എത്രയോ കൂടുതൽ പരിശുദ്ധി ഉണ്ടായിരുന്നു വിചാരിച്ചു. അതിനുശേഷം കൂടെ ഐസയ്യ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോ, എനിക്ക് പരിശുദ്ധി ഇല്ലാത്ത വ്യക്തികളെ തോന്നുന്നു. അപ്പൊ എന്താ പരിശുദ്ധി
പരിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ദൈവം പറഞ്ഞേക്കുക. കാരണം നമ്മളോട് പറഞ്ഞേക്കുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. സെക്കൻഡ് കൊരിന്ത്യർ ചാപ്റ്റർ 3 പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ഡിഗ്രി ഗ്ലോറിൽ നിന്ന് അടുത്ത ഡിഗ്രി ഗ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം റോമക്കത്തിലേക്ക് 8-ാമത്തെ ചാപ്റ്റർ ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് നമ്മളെ യേശുവിന്റെ ഇമേജിൽ കൺഫേം ചെയ്യണം, യേശുവിനെ പോലെ ആക്കി തീർക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു അത്രമാത്രം പരിശുദ്ധി ഉണ്ടെങ്കിൽ ചർച്ച ഇച്ചിരി പരിശുദ്ധി വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പൊ പരിശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുക, പരിശുദ്ധിയെ പെർസ്യൂ ചെയ്യുക, അല്ലെ? അത് നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു ഇത്തിരി പരിശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് തൃപ്തിപ്പെടുന്നവരെ ആയിരിക്കരുത്. ദൈവത്തിനു വേണ്ടി ഒരു സെറ്റപ്പായിട്ടുള്ള ഒരു വേർപാടിന്റെ ജീവിതം തന്നെ നയിക്കുന്നവർ ആയിരിക്കുക എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഇങ്ങനെ ദൈവം വന്ന് അദ്ദേഹത്തിൽ നിന്ന് ടച്ച് ചെയ്യാൻ നമ്മുടെ പരിശുദ്ധിയും നമുക്ക് കിട്ടിക്കൊള്ളുമില്ല, നമ്മുടെ പാപം മൊത്തം പോവല്ലോ. അപ്പൊ അങ്ങനെയല്ല ദൈവം ഇവിടെ ഐസയോട് ദൈവം ഇങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ദൈവം എന്താന്ന് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഫയർ കൊണ്ട് ഫില്ല് ചെയ്യുക ഐസയുടെ. അപ്പൊ നമ്മള് ദൈവം നമ്മുടെ യേശുക്രിസ്തു അല്ല, മത്തായി സുവിശേഷം 3-ാമത്തെ ചാപ്റ്ററിലും ലൂക്കോസിന് 3 എല്ലാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ് നമ്മളെ ഫയർ കൊണ്ട് ഹോളി സ്പിരിറ്റ് കൊണ്ടും അനോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾക്ക് ദൈവത്തെ പരിശുദ്ധാത്മാവിനും തീയാനും അനോയിന്റ് ചെയ്യുന്നത്, അഭിഷേകം ചെയ്യുന്നത് യേശുവാണ്. അപ്പൊ നമ്മളെ ദൈവം പരിശുദ്ധാത്മാവിനും തീയാലും അഭിഷേകം ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ ദൈവത്തിന്റെ ആ ഫയർ കൊണ്ട് നമ്മളെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കെന്താ പറയാ, നമുക്കെന്താ സംഭവിക്കുക, ദൈവവുമായിട്ട് ഭയങ്കര സ്നേഹത്തിലായി തീരുകയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ദൈവത്തിന്റെ അടുത്തിരിക്കണം, എനിക്ക് കൂടുതലിരിക്കണം, അങ്ങനത്തെ ഒരു ആഗ്രഹം. അപ്പൊ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവും. അപ്പൊ ദൈവത്തിനോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. നമ്മൾ ദൈവത്തിന്റെ വചനം കൂടുതൽ വായിക്കാൻ താല്പര്യപ്പെടുന്നു, അല്ലെ? ദൈവത്തിന്റെ വചനം കൂടുതൽ വായിക്കുന്തോറും ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാവുന്നു. അപ്പൊ ദൈവം പരിശുദ്ധരാന്ന് മനസ്സിലാവുന്നു. അതുപോലെ നമ്മൾ ആയിത്തീരാൻ നമ്മൾ ശ്രമിക്കുന്നു. അപ്പൊ നമുക്കറിയാം എന്താ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 15-ാമത്തെ ചാപ്റ്ററിന്റെ 3-ാമത്തെ വാക്കിലേക്ക് വരും ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കും, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരായി തീർന്നിരിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും. കാരണം ദൈവത്തിന്റെ വചനം എന്താ പറയുക, ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ്, അല്ലെ? ഡബിൾ എഡ്ജ് സോഡ് പോലെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ വചനം നമ്മൾ കൂടുതൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ ദൈവത്തിന്റെ വചനം വായിച്ചേ പറ്റും, നമ്മൾ പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ, ദൈവമായിട്ട് സമയം സ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതൽ സമയം വചനം വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. ദൈവം വചനം വഴി സംസാരിക്കാൻ തുടങ്ങും, അല്ലെ? നമ്മൾക്കുള്ള പ്രശ്നങ്ങളൊന്നും ദൈവം കാണിച്ചു, നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തത്തില്ല, പക്ഷെ ദൈവം നമ്മളെ കുറ്റപ്പെടുത്തില്ല, പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ മൊത്തം ദൈവം കാണിച്ചു തന്നുകൊണ്ടിരിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ഗോസിപ്പ് പറയുന്ന കാര്യം, അല്ലെ ദേഷ്യപ്പെടുന്ന കാര്യം, നമ്മൾ മോശമായ രീതിയിൽ ചിന്തിക്കുന്ന കാര്യം, അങ്ങനെ സകല കാര്യത്തെപ്പറ്റി ദൈവം പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അപ്പൊ അതെല്ലാം നമ്മൾ ഉപേക്ഷിക്കും, അല്ലെ? ദൈവത്തിനോട് കൂടെ അടുക്കുമ്പോൾ സകല വിധത്തിലുള്ള പാപങ്ങളെ ഉപേക്ഷിക്കും, അല്ലെ? നമ്മള് എന്താ പറയാ, ദൈവത്തിനെ പോലെ പരിശുദ്ധി ഉള്ളവരാണ് ശ്രമിക്കും. അപ്പൊ അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, കൂടുതൽ അടുത്തു എന്റെ അടുത്തേക്ക് കൂടുതൽ വരും. അപ്പൊ നിങ്ങൾ പരിശുദ്ധരായി തീരും, നിങ്ങൾ എന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കും, നിങ്ങൾ പരിശുദ്ധിയുള്ളവരായി തീരും. അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പരിശുദ്ധരായിരിക്കാൻ ശ്രമിക്കുക, അല്ലെ? കൂടുതൽ വചനം വായിക്കുക, കൂടുതൽ വചനം വായിക്കുന്ന അനുസരിച്ച് ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ ഐസയ്യ ദൈവത്തെ കണ്ടപ്പോ പരിശുദ്ധി തനിക്കില്ലല്ലോ എന്ന് മനസ്സിലാക്കിച്ചത്. അപ്പൊ ഫയർ എന്തിനാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, റിവൈവൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ദൈവത്തിന് ആവശ്യമുണ്ട്, കൂടുതൽ ആവശ്യമുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി, അല്ലെ? അല്ലാതെ റിവൈവൽ വരുന്നത് എല്ലാരും കേൾക്കുന്ന ഒരു വാക്കാണല്ലോ റിവൈവൽ, അല്ലെ? റിവൈവൽ എന്ന് പറയുമ്പോ അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ചാടാനും തുള്ളാനും ഉള്ളതല്ലല്ലോ. മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാനാ. പരിശുദ്ധി ഇല്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ പരിശുദ്ധരാക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെ? മോശപ്പെട്ട രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളെ ശുദ്ധരാക്കുന്നതിന് വേണ്ടിയാണ് റിവൈവൽ. അപ്പൊ റിവൈവൽ മോഡിൽ എപ്പോഴും കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാതെ എന്താ പറയുക, അവിടെ നിന്ന് ഒരു ഡിഗ്രി ക്ലോറിൽ നിന്ന് അടുത്ത ഡിഗ്രി ക്ലോറിലേക്ക് നമ്മൾ എന്താ പറയാ മാറിക്കൊണ്ടേയിരിക്കുക, ദൈവത്തെ യേശുവിനെ പോലെ ആയിക്കൊണ്ടിരിക്കുക, ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ? അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഇത് ദൈവം നമ്മളോട് പറഞ്ഞു, ഇപ്പൊ എബ്രായ ലേഖനത്തിൽ പിന്നെ പീറ്റർ എഴുതിയിട്ടുണ്ടല്ലോ, അല്ലെ? ദൈവം ഹോളിയാണ്, അപ്പൊ നമ്മളും ഹോളി ആയിരിക്കണം എന്നുള്ള കാര്യം പീറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ദൈവം എപ്പോഴും പറയുന്ന കാര്യമാണ് പരിശുദ്ധരായിരിക്കണം എന്നുള്ള കാര്യം, അല്ലെ? അപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റ് തന്നെ ന്യൂ ടെസ്റ്റ്മെന്റ് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ നമുക്കറിയാം ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഷാഡോ ആയിരുന്നു, നിഴലായിരുന്നു, വരാൻ പോകുന്നതിന്റെ വലിയൊരു കാര്യത്തിന് നിഴലായിരുന്നു ഓൾഡ് ടെസ്റ്റ്മെന്റ്. പക്ഷെ അവിടെയും കൂടെ ദൈവം പറഞ്ഞിരിക്കുക, എന്താ പറയുക, നിങ്ങള്
പരിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളെ തന്നെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ പുറപ്പാട് പുസ്തകത്തിന്റെ 19ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ദൈവം സിനായി മലമുകളിൽ വരുന്നതിന് മുമ്പ് അല്ലെ, മോശയോട് ദൈവം കൽപ്പിച്ച് എന്ന് വെച്ചാൽ 19ാമത്തെ ചാപ്റ്റർ, പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 19ാമത്തെ ചാപ്റ്ററിന്റെ 10ഉം 11ഉം വാക്കുകളാണ് ഇപ്പൊ പറയുന്നത്. ദൈവം മോശയോട് കൽപ്പിച്ചതെന്ന് വെച്ചാൽ, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക, അവർ വസ്ത്രമലയ്ക്ക് 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണിക്കാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. അപ്പൊ ദൈവം അതാ പറഞ്ഞിരിക്കുന്നത്, അവരെ ശുദ്ധീകരിക്കുക അല്ലെ, അവരോട് പറയുക, ശുദ്ധീകരിക്കാൻ പറയുക. അപ്പൊ അതാണ് ദൈവം ഉദ്ദേശിക്കുക. ഇപ്പൊ ജോഷുവയിലേക്ക് വരുമ്പോ ഈ ജോർദാൻ നദി യോശുവയിലേക്ക് വരുമ്പോൾ ജോർദാൻ നദി മുറിച്ചു കടക്കുന്നതിന് മുമ്പ് അല്ലെ, അതിനു മുമ്പ് 3-ാമത്തെ ചാപ്റ്റർ, യോശുവയിലെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 5-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ ജോർദാൻ നദി മുറിച്ചു കടക്കുന്നതിന് മുമ്പ് ദൈവം ഒരു വലിയ മഹത്തായ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും നിങ്ങൾ പരിശുദ്ധരായിരിക്കുക എന്ന്, നിങ്ങളെ തന്നെ വൃത്തിയുള്ളവരാക്കുക. ശരീരത്തിന്റെ വൃത്തിയെ പറ്റില്ല, മനസ്സിന്റെ അല്ലെ, മനസ്സിന്റെ അത്. പിന്നെ ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇവര് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഫിസിക്കൽ ആയിട്ടുള്ള കാര്യമായിരുന്നല്ലോ അല്ലെ. അപ്പൊ അത് ശരീരത്തിന്റെ ശുദ്ധിയെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശുദ്ധീകരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശുദ്ധീകരിക്കുക, നമ്മളോട് പറഞ്ഞ മനസ്സ് ശുദ്ധീകരിക്കുക അല്ലെ. അവരും മനസ്സ് ശുദ്ധിയുള്ളവരായിരിക്കണമായിരുന്നു, പക്ഷെ അവരങ്ങനെയുള്ള വ്യക്തികൾ ആയിരുന്നില്ല അല്ലെ. നമുക്കറിയാം ഇവിടെ ദൈവം എന്താന്ന് പറഞ്ഞാൽ, ദൈവം പറയുന്നത് വെച്ചാൽ, ദൈവത്തിന്റെ അടുത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ശുദ്ധിയില്ലാതെ നമുക്ക് ഒരിക്കൽ പോലും ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കത്തില്ല എന്നത് ദൈവം പറഞ്ഞു. പരിശുദ്ധി ഇല്ലാതെ ഒരു വേർപാടിന്റെ ജീവിതം അല്ലെ, ഒരു എന്താ പറഞ്ഞ സെറ്റപ്പാർട്ടായിട്ടുള്ള ഒരു ജീവിതം നയിക്കാതെ ഈ ലോകത്തിന്റെ പാർട്ടായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിനെ നമുക്ക് വർഷിപ്പിക്കാൻ സാധിക്കത്തില്ല എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം ഐസയെ പോലെ ആകട്ടെ, നമ്മൾ കൂടുതൽ ഫയർ വരുമ്പോൾ, കൂടുതൽ ദൈവത്തിന്റെ ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മളെ വന്ന് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയണേ, ദൈവത്തിന്റെ ആ പരിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട്, കർത്താവ് എനിക്ക് പരിശുദ്ധനായേ പറ്റൂ, എനിക്ക് പരിശുദ്ധി ആയേ പറ്റത്തുള്ളൂ അല്ലെ, അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ, അങ്ങനെ ഒരു ജീവൻ നയിക്കുന്ന വ്യക്തികളായിട്ട് അതിനുവേണ്ടി ദൈവത്തിന്റെ വചനം വായിക്കുക, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ, യേശു നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക അല്ലെ. നമ്മള് എന്താ പറയണ അനുസരണമുള്ള മക്കളാകുക. അങ്ങനെയാകുമ്പോ അല്ലെ, തന്റെ വചനം കൊണ്ട് ദൈവം നമ്മളെ പരിശുദ്ധരാക്കുക തന്നെ ചെയ്യും അല്ലെ. ദൈവം നമ്മളെ വാഷ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയുള്ളത്, ഐസയ വളരെ മനോഹരമായ ഒരു ബുക്കാണ്, വായിക്കണമെന്ന് അപേക്ഷിക്കുന്നത്. ഐസയന്റെ 6-ാമത്തെ ചാപ്റ്ററിന്റെ പകുതിയെ ഞാൻ വായിച്ചിട്ടുള്ളൂ, ബാക്കി മൊത്തം വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്താണ് നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹത്താണ് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളെ പരിശുദ്ധരാക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവെ, സകല മഹത്വം അങ്ങേക്ക് തന്നെ വരട്ടെ. കർത്താവ് ലോർഡ് ഫാദർ, ഐ പ്രേ ഫാദർ ഗോഡ്, കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ ഫയർ കൊണ്ട് നിറയ്ക്കണമേ, ഞങ്ങളെ പരിശുദ്ധരാക്കണമേ. കർത്താവ്, അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ കൂടുതൽ കൊണ്ടുപോകണമേ. കർത്താവ് ലോർഡ് ഫാദർ, താങ്ക് യു സോ മച്ച്. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.